എന്റെ ഏത് പ്രശ്നങ്ങൾക്കും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വർഷങ്ങളായിട്ട് ആദ്യത്തെ സിനിമ വെച്ച് അനുഭവിക്കുന്ന ആളാണ്. അവരുടെ രഞ്ജിത് സാറിനെ പരിചയപ്പെടുന്നു. അപ്പൊ അവരൊക്കെ എന്റെ കൂടെ നിന്നു. അവർക്കറിയാം, അവര് പറഞ്ഞത് നസീർ സാറിന്റെ സ്വന്തം ബ്രദറിന്റെ മകൻ ഫൈസലേക്ക് പിന്നെ ഫൗണ്ടേഷനിലെ ട്രഷറിന് അവർ പറഞ്ഞു ഞങ്ങള് ഈ നല്ല സ്വഭാവം പഠിച്ചത് നസീർ സാറിൽ നിന്നും ബാക്കി ചീത്ത പറഞ്ഞവർ പറഞ്ഞോളൂ, ഞങ്ങൾ പറയില്ല, കാരണം നസീർ സാർ അതാ പഠിപ്പിച്ചു. അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ മോശം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വേദന ഉണ്ടാക്കുന്നു. മോശമല്ല, ഞാൻ പറഞ്ഞത് ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ എന്റെ ഗുരുതുല്യരായിട്ടുള്ള സീനിയേഴ്സിൽ നിന്ന് കിട്ടിയ വിവരം വെച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷെ അത് അത്രയും വിശ്വാസയോഗ്യമായിട്ട് നമ്മൾ എടുക്കുമല്ലോ. അത് സമ്മതിക്കില്ല. അത് നമ്മളിപ്പോ ഓരോ സ്റ്റാർസ്, എല്ലാ സ്റ്റാർസും അങ്ങനെയുള്ളൂ. ഒരു സമയത്ത് ലൈം ലൈറ്റിൽ നിൽക്കുമല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ ഒരാളെ തേജോധം ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സവാചാകർമ്മം ഞാൻ പറഞ്ഞു. പക്ഷെ നമ്മളുടെ വ്യക്തി ഇപ്പം വളരുമ്പോൾ നമുക്ക് ശത്രുക്കൾ കൂടിക്കൊണ്ടിരിക്കും. വളർത്തുന്ന ദൈവമാണ്. നമ്മളെ നശിപ്പിക്കാൻ, എന്നെ നശിപ്പിക്കാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ, ബാക്കി ആർക്കും സാധിക്കില്ല. ദൈവം തന്നെ നശിപ്പിക്കില്ല. എത്ര അറ്റാക്ക് വന്നാലും ഞാൻ അത് സർവൈവ് ചെയ്ത് വരുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ഒരുപാട് പേര് സപ്പോർട്ട് പറഞ്ഞിരുന്നു, എല്ലാവർക്കും മനസ്സിലായി. അതെല്ലാം പറഞ്ഞു, അമ്മയിലും 1-2 പേര് ഒഴിച്ചു വേറെ ആരും എന്നെ തള്ളി പറയുകയോ മോശമായിട്ട് പറയുകയോ എല്ലാവർക്കും മനസ്സിലായി. അവരായിട്ടൊക്കെ ഞാൻ പേഴ്സണലി ബന്ധമുള്ള ഇതെല്ലാവരും നിരത്തിയുണ്ടായി. എന്നെ അടുത്തറിയാവുന്നത് ഇങ്ങനെ പറ്റിയതായിരിക്കും എന്നുള്ള മനസ്സിലായി. അല്ല, ഇനിയിപ്പോ പെരുങ്കളിയാട്ടം എന്ന് പറഞ്ഞ ജയരാജ് സാറിന്റെ പടം വീശിയുണ്ട്. അതിൽ ഒരു ഫുൾ ലെങ്ത് എൻ്റെ ഒരു അടുത്തൊരു ഇയർ ഷിഫ്റ്റാണ്. ഒരു വലിയ റിലീസാണ്. പിന്നെ ചേരാന്ന് പറഞ്ഞത് നിമിഷാസജീനും റോഷൻ മാത്യൂസും കണ്ടില്ല. പിന്നെ ഇപ്പൊ ഡബിങ് നടക്കുന്നു ഓട്ടംകുള്ളൽ എന്ന് പറഞ്ഞു മാർത്താണ്ടല്ലോ. അതില് ഞങ്ങൾ 5-6 പേര്, കുട്ടേട്ടൻ, വിജയരാജേട്ടനുണ്ട്, ഷാജോനുണ്ട്, അച്ഛൻ ശോകൻ, വിഷ്ണു, വിഷ്ണു, ഞാൻ അങ്ങനെ 5-6 പേര് വെച്ചിട്ടുണ്ട്. പിന്നെ ശശിധരൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ നടന്നിട്ട് പറഞ്ഞാൽ മതി, തള്ളിയിട്ടൊന്നും. എല്ലാം ഡ്രീമല്ല, വരാനിരിക്കുന്നതാണ് ഡ്രീം ക്യാരക്ടർ. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, വരുന്നതല്ല വരും.